ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന എലോൺ മസ്ക് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡറെ കണ്ടതായി റിപ്പോർട്ട്. ശതകോടീശ്വരൻ മസ്കും അംബാസിഡർ അമീർ സെയ്ദ് ഇർവാനുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവായിരുന്നുവെന്ന് അജ്ഞാതമായ ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. തിങ്കളാഴ്ച രഹസ്യ കേന്ദ്രത്തിൽ ഇരുവരും 1 മണിക്കൂറിലേറെ ചർച്ച നടത്തിയതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ ട്രാൻസിഷൻ ടീമോ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇറാൻ ദൗത്യമോ കൂടിക്കാഴ്ച ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിൽ അഭിപ്രായമില്ലെന്ന് ഇറാനിയൻ മിഷൻ പറഞ്ഞു. US ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇളവുകൾ തേടാനും ടെഹ്റാനിൽ ബിസിനസ് സാധ്യതകൾ കണ്ടെത്താനും ഇറാൻ അംബാസിഡർ മസ്കിനോട് ആവശ്യപ്പെട്ടതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനുമായുള്ള നയതന്ത്ര കാര്യങ്ങൾ ട്രംപ് ഗൗരവത്തോടുകൂടിയാണ് എടുക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും ഇസ്രായേലിലെയും പല യാഥാസ്ഥിതികരും തിരഞ്ഞെടുക്കുന്ന പരുഷ സമീപനമായിരിക്കില്ലെന്നും സൂചനയുണ്ട്. ട്രംപും മസ്കും തമ്മിലുള്ള ബന്ധത്തിന്റെയും സർക്കാരിലുള്ള മസ്കിന്റെ സ്വാധീനത്തിന്റെയും സൂചന കൂടിയാണ് ഈ കൂടിക്കാഴ്ച. പുതുതായി രൂപീകരിച്ച സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ വകുപ്പിന്റെ ചുമതലക്കാരിൽ ഒരാൾ കൂടിയാണ് മസ്ക്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി ഇതുവരെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ ഇസ്രായേലിനുമേൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. വൈറ്റ് ഹൗസിലെ തന്റെ മുൻ കാലയളവിൽ പ്രസിഡന്റ് ബരാക് ഒബാമ ഉറപ്പിച്ച ഇറാൻ ആണവ കരാർ ട്രംപ് ഉപേക്ഷിച്ചിരുന്നു. പകരം ടെഹ്റാന്റെ എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സമ്മർദ്ദം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്ന കൂടിക്കാഴ്ച എല്ലാ തീരുമാനങ്ങളെയും ഒക്കെ പാടെ ഉപേക്ഷിക്കുമെന്ന സൂചന തന്നെയാണ് പുറത്തുവരുന്നത്.